ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മഹർഷി ശ്രേഷ്ഠനായ വാൽമീകിയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് ബഹിർഗമിച്ച പ്രഥമ ഇതിഹാസം, പുരുഷോത്തമനായി മാറുവാനുള്ള ശ്രേഷ്ഠ ജീവിത ആദർശങ്ങളെ മാതൃകയാക്കിയ ശ്രീരാമചന്ദ്രന്റെ കഥാസുത. കലിയുഗ മഹാരണ്യത്തിലൂടെ ക്ലേശകരമായ ജീവിതയാത്ര ചെയ്യുന്ന ഓരോ ജീവാത്മാവിനും പരമാത്മാവ് നൽകുന്ന ജീവാമൃതം, അധികമാരും കടന്നു ചെന്നിട്ടില്ലാത്ത രാമായണത്തിന്റെ ആഴമേറിയ ആധ്യാത്മിക തലങ്ങളിലൂടെ ഒരു പ്രയാണം. രാമായണ രഹസ്യം. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ജയ് ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. രാമായണ രഹസ്യം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദികാവ്യമായ രാമായണം വാൽമീകി മഹർഷി മാനവ സമൂഹത്തിന് നൽകിയ ജീവാമൃതമാണ്. ശ്രീരാമചന്ദ്ര പ്രഭു എന്ന മര്യാദ പുരുഷോത്തമന്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് മുഴുവൻ ലോകത്തിനുമുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത്. മാനവ ജീവിതമാണ് രാമായണം തുറന്നു കാണിക്കുന്നത്. എന്നാൽ ഇന്ന് രാമായണം കേവലം പാരായണത്തിൽ ഒതുങ്ങുമ്പോൾ മാനിഷാദ എന്ന മന്ത്രം നാം മറന്നു പോവുകയാണ്. ശ്രീരാമചന്ദ്രനെ പോലെയുള്ള മര്യാദ പുരുഷോത്തമന്മാർക്ക് പകരം നിഷാദന്മാരുടെയും വിഷാദന്മാരുടെയും എണ്ണം ഭൂലോകത്ത് വർദ്ധിക്കുകയാണ്. ഇവിടെയാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം രാമായണത്തിൻ്റെ ആധ്യാത്മിക അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിത്യജീവിതത്തിൽ നമ്മുടെ നിത്യജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ രാമായണത്തിന് എങ്ങനെ സാധ്യമാകും എന്ന് കണ്ടെത്താനുള്ള ഒരു എളിയ ശ്രമം ഇവിടെ നടത്തുന്നത്. ആദ്യമായി രാമായണം എന്ന പദം തന്നെ നമുക്കെടുക്കാം. പുരാണ ഇതിഹാസങ്ങളിലെ ഓരോ പദങ്ങളും അനേകം അർത്ഥതലങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ആ ആന്തരികമായ അർത്ഥത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. ഇതാ ആദ്യമായി പദവിസ്മയത്തിൽ രാമായണം എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നു ആധ്യാത്മിക രാമായണ ആചാര്യനായ രാധാകൃഷ്ണജി. ഈ രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത് ഒരു യോഗാവസ്ഥയിലാണ്. നമ്മൾ ചമ്രം പടഞ്ഞിരിക്കുമ്പോൾ ആ താഴെ ആ അമർന്നിരിക്കുന്ന ഭാഗത്തിൽ പറയുന്ന പേരാണ് മൂലാധാരം. മൂലാധാരം തുടങ്ങി ശിരസ് വരെയുള്ള സഹസ്രാരപത്മം എന്ന് പറയുന്ന ആ ഭാഗം വരെ ഈ ആധാര ചക്രങ്ങൾക്ക് പറയും ആധാരപത്മം എന്ന് പറയും. ഓരോ പത്മത്തിനും വ്യത്യസ്ത തരത്തിലുള്ള ഇതളുകളാണ്. ഈ ഇതളുകളിലെല്ലാം അക്ഷരക്രമങ്ങൾ വ്യത്യസ്ത തരത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഏതൊക്കെ അക്ഷരങ്ങൾ നമ്മൾ എപ്പോഴൊക്കെ പറയുന്നോ ആ ആധാരപത്മങ്ങളിലെ അക്ഷരക്രമങ്ങൾ ഉണർന്ന് ഒരു ഉണർവും ഉന്മേഷവും നമുക്ക് ജീവിതത്തിലുണ്ടാകും. അങ്ങനെ ആത്മബോധത്തിലേക്ക് ഉണർത്തുക, ശ്രേഷ്ഠമായൊരു ജീവിതത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക, ആ രീതിയിലാണ് രാമായണത്തിൻ്റെ വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കൃത്യമായൊരു ജീവിത അവബോധം നമുക്കുണ്ടാകണമെന്നുള്ള ആ രീതിയിലാണ് ഈ രാമായണം ഒരു നിത്യപാരായണം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. അടുത്തത്, ഈ രാമായണം എന്നുള്ളതിൻ്റെ അർത്ഥതലം എന്താണെന്ന് ചോദിച്ചാൽ രാമൻ്റെ അയനത്തെയാണ് രാമായണം എന്ന് പറയുക. അയനം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ മാർഗമെന്നാണ്. രാമായണത്തിലെ രാമൻ മര്യാദാ പുരുഷോത്തമനാണ്. അതുകൊണ്ട് തന്നെ രാമൻ്റെ മാർഗത്തെ പിന്തുടർന്ന് നമ്മൾ ജീവിച്ചാൽ അത് രാമായണമാവും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ രാമായണമായി തീരണമെന്നുള്ള രീതിയിലാണ് രാമായണം എഴുതപ്പെട്ടുള്ളത് തന്നെ. ഇതെല്ലാം രാമായണത്തിൻ്റെ ഭൗതികമായ ദൃഷ്ടിയിലുള്ള കാര്യമാണ്. എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും രണ്ട് തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കും. ഒന്ന് ഭൗതികമായ ഭാഷയും മറ്റൊന്ന് ആധ്യാത്മികമായ ഭാഷയും. ആധ്യാത്മികമായ ഭാഷയിൽ രമിപ്പിക്കുന്നവനാരോ അവനാണ് രാമൻ. രമിപ്പിക്കുക എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക എന്നർത്ഥം.
ഈ സന്തോഷത്തെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുക. ഈ ആനന്ദം ഒരിക്കൽ നമുക്ക് നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിത്യമായി നിലനിർത്താനുള്ള ഒരു ബാധ്യതയുണ്ട് നമുക്ക്. ആ നിത്യാനന്ദത്തെയാണ് നമ്മൾ ആത്മബോധം എന്ന് പറയുക. ഈ ആത്മബോധത്തിലേക്ക് നമ്മളെ എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത്? ഉപാസനകളിലൂടെ മാത്രമേ നമുക്ക് ആത്മബോധത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ ഉപാസന എങ്ങനെയാണ് സംഭവിക്കുക? അത് മനസ്സിൻ്റെ തലത്തിലൂടെ മാത്രമേ എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മാനസികമായ തലത്തിലൂടെ ആധ്യാത്മികമായ തലത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള മാർഗത്തിന് പറയുന്ന പേരാണ് രാമായണം. അപ്പോൾ രാമായണം എന്ന് വെച്ചാൽ പ്രശാന്തമായ മനസ്സ്. അതാണ് രാമായണത്തിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായ അർത്ഥതലം. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ സംരംഭത്തിൽ രാമായണത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ മനസ്സിനെ പ്രകാശപൂർണമാക്കുവാൻ നമ്മുടെ കൂടെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ കോഴിക്കോട്, വയനാട് കേന്ദ്രങ്ങളുടെ സഹസഞ്ചാലികയായ ആദരണീയ ബ്രഹ്മകുമാരി ഷീബ ബെൻജി നമ്മുടെ കൂടെയുണ്ട്. ഷീബ ബെൻജി പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബെൻജി, ഇവിടെ ആദ്യം തന്നെ രാമായണത്തിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ ആരംഭിക്കുകയാണ്. ആദി കവിയായ വാൽമീകി രാമായണം എന്ന ഈ ഇതിഹാസത്തിലൂടെ, പ്രഥമ ഇതിഹാസത്തിലൂടെ എന്ത് സന്ദേശമാണ് മാനവ സമൂഹത്തിന് നൽകുന്നത്? സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം. അതാണ് വാൽമീകി മഹർഷി നമുക്ക് തരുന്നതായിരിക്കുന്ന സന്ദേശം. അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ, ജീവിതത്തെ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വാൽമീകിയുടെ ജീവിതകഥ നോക്കിയ മുന്നിൽ രത്നാകരൻ എന്ന ഒരു കൊള്ളക്കാരൻ, രാക്ഷസനെ പോലുള്ള ഒരാളായിരുന്നു അദ്ദേഹം. കുട്ടിക്കാലത്ത് ഒരു ബ്രാഹ്മണനായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം കാട്ടിൽ പോയി. അവിടെ ചെന്ന് കുസംഗത്തിൽ പെടുകയാണ്, ദുസംഗത്തിൽ, ചീത്ത കൂട്ടുകെട്ടിൽ പെടുന്നു. പഠിക്കേണ്ടിയിരുന്ന നല്ല കാര്യത്തിന് പകരം പഠിച്ചത് മുഴുവൻ മോശകാര്യങ്ങൾ. അതിനെ തന്നെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു, ജീവിതം അതാക്കി മാറ്റി. ഒരു കാട്ടാള സ്ത്രീനെ കല്യാണം കഴിച്ചു, അവരുടെ കൂടെ ജീവിക്കുകയാണ്. ബ്രാഹ്മണന് വേണമെങ്കിൽ രാക്ഷസനും ആവാം. അങ്ങനെ മാറി ജീവിക്കുന്ന കാലത്താണ് അദ്ദേഹം കൊള്ളയടിക്കാൻ വേണ്ടി, അന്ന് അദ്ദേഹത്തിന് കൊള്ളയടിക്കാൻ നിമിത്തമാക്കപ്പെടുന്നത് പറഞ്ഞ സപ്തർഷികളാണ്. അപ്പോൾ സപ്തർഷികളെ പിടിച്ച് കെട്ടി ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ അവർ ചോദിക്കുകയാണ്, നീ ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എന്തെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ ഇത് ചെയ്യുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് കർമ്മഫലത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്കെൻ്റെ കുടുംബത്തെ പോറ്റണം, അവർക്ക് വേണ്ടത് കൊടുക്കണം, അത്രേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ അവർ പറയുകയാണ്, എന്നൊരു കാര്യം ചെയ്യൂ, നീ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം നിൻ്റെ കുടുംബത്തിലുള്ളവർ അതിൻ്റെ ഫലം ഏറ്റെടുക്കാൻ കൂടി തയ്യാറാവോ എന്ന് ഞാൻ ചോദിച്ചിട്ട് വരട്ടെ പറയും. അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ ഭാര്യ പറയുകയാണ്, താൻ ചെയ്യുന്ന കർമ്മഫലം താൻ തന്നെ അനുഭവിക്കണം, അത് ഞങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് എടുക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. തിരിച്ചു വന്ന് സപ്തർഷികളുടെ അടുത്ത് രക്ഷപ്പെടാനൊരു ഉപായം ചോദിക്കുകയാണ്. അങ്ങനെയാണ് രാമനാമം ഉച്ചരിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ പറയുന്നത്. അങ്ങനെ കുറേ കാലം തപസ്സനുഷ്ഠിച്ച് കഴിഞ്ഞ് സപ്തർഷികൾ തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത് വാത്മീകം, അതായത് പുറ്റുകൊണ്ട് മൂടപ്പെട്ട ഒരു മന്ത്രോച്ചാരണം കേൾക്കുകയാണ് അവർ. അപ്പോൾ ആ രത്നാകരൻ അപ്പോഴത്തേക്കും വാൽമീകം കൊണ്ട് മൂടപ്പെട്ട് തപസ്സിൽ മുഴുകിയിരിക്കുന്ന ഒരാളായി കഴിഞ്ഞു. അങ്ങനെയാണ് വാൽമീകത്തിൽ നിന്ന് ജനിച്ചവൻ നിറത്തിൽ വാൽമീകി എന്ന് പേര് വരുന്നത് തന്നെ. ആ മഹർഷി തപസ്സിൻ്റെ പാതയിലൂടെ മുന്നേറുന്ന കാലത്തിൽ ഒരു ദിവസം അദ്ദേഹം കാണുകയാണ്, 2 ക്രൗഞ്ചപക്ഷികൾ ഒരു മരത്തിലിരുന്ന് സ്നേഹം പങ്കിടുമ്പോൾ ഒരു നിഷാദൻ, ഒരു കാട്ടാളൻ എഗെയിൻ അസ്ത്രം അമ്പ ചെയ്തുകൊണ്ടൊരു പക്ഷിയെ വീഴ്ത്തുകയാണ്. ആ സമയത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം, മാനിഷാദ പ്രതിഷ്ഠാം തമകമിശ്വാസദിസമായ ക്രൗഞ്ചമിഥുന ആദേകം അവധീ കാമമോഹിതം. പറയുകയാണ്, ഇത്തരത്തിൽ സ്നേഹം പങ്കിടാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ സ്നേഹത്തിന് നശിപ്പിച്ച നിൻ്റെ ഈ കർമ്മം കൊണ്ട് സമൂഹത്തിൽ ഒരിക്കലും ആദരിക്കപ്പെടുന്നവനാവില്ല എന്ന് പറയുകയാണ്. അപ്പം അതായത് ഒരു കാലഘട്ടത്തിൽ ഇതേ കർമ്മം ചെയ്തവനായിരുന്നു വാൽമീകി മഹർഷി. പക്ഷെ ഇന്ന് ഒരു നിഷാദനോട്, കാട്ടാളനോട് നീ ഇത് ചെയ്യരുത് എന്ന് പറയാൻ വിധം ഉയർന്നു. ഇന്ന് പറയുന്ന ഒരുപാട് ആളെ നമുക്ക് കാണാം സമൂഹത്തിൽ, അല്ലേ? നല്ല മനോഹരമായിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അരുതാത്തതിനും ചെയ്യേണ്ടതും എന്നൊക്കെ ലിസ്റ്റിടാനും പറയാനും മനോഹരമായിട്ടുള്ള പ്രഭാഷണ കലകളിലൂടെ മറ്റുള്ളവരെ എത്തിക്കുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവരുടെ ആരുടെയും ജീവിതത്തിൻ്റെ പ്രഭാവത്തിൽ സ്വന്തം പരിവർത്തനം വരുത്താതെ പറയുന്നത് കൊണ്ട് ഇതാരുടെയും മനസ്സുകളിലുള്ളിൽ ഒരു പ്രഭാവം ചെലുത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രഭാഷകന്മാർ ഒരുപാടാണ്, പക്ഷേ പ്രവർത്തിക്കുന്നവർ വളരെ കുറച്ചാണ്. അതുകൊണ്ടായിരിക്കും പറയുന്നത് 1000 ടൺ പ്രഭാഷണത്തെക്കാൾ ശക്തി
ഒരു ഔൺസ് അനുഷ്ഠാനത്തിനുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഷീബ ബെഞ്ചിയുടെ വേറൊരു ചോദ്യം, ആദ്യം പറഞ്ഞു ബ്രാഹ്മണനായിരുന്ന വാൽമീകിയാണ് രാക്ഷസനായത്. അപ്പോൾ ബ്രാഹ്മണത്വം എന്ന് പറഞ്ഞാൽ തന്നെ ജ്ഞാനത്തിലൂടെയുള്ള ശുദ്ധി ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ശുദ്ധവും പവിത്രവുമായ ജീവിതമുള്ള ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ രാക്ഷസനെ പോലെയായിട്ട് മാറാം. അങ്ങനെയുള്ളൊരു അധപ്പതനം വേണമെങ്കിൽ നടക്കാം എന്നുള്ള സൂചന കൂടി ആയിക്കൂടെ അത്? പക്ഷെ അതൊരു കുട്ടിയായിരുന്നല്ലോ, അവന് കുട്ടിക്കാലത്തായിരുന്നു അവൻ ബ്രാഹ്മണനായത്. അതായത് ഒരു കുട്ടി എന്ന് വെച്ചാൽ അവൻ ഒരു പ്ലെയിൻ പേപ്പറാണ്. ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജന്മനാൽ ആ കുട്ടിയുടെ ഉള്ളിൽ മുജ്ജന്മത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവുന്നെങ്കിലും ആർജിത സംസ്കാരം അവനിലില്ല. അവൻ ഏത് സംഘത്തിൽ വരുന്നോ ആ സംഘത്തിൻ്റെ പ്രഭാവം കൊണ്ട് അവൻ നല്ലവനും ചീത്തവനാവാം. ലോകത്ത് ഒരു കള്ളന്മാരും ജനിക്കുന്നില്ല. ജനിച്ചു കഴിഞ്ഞ ശേഷം അവൻ എവിടേക്ക് തള്ളപ്പെടുന്നു, അവൻ ഏത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ, ഏത് രീതിയിൽ അവൻ വളർത്തപ്പെടുന്നുണ്ടോ അതിൻ്റെ ആധാരത്തിലാണ് കള്ളൻ ഉണ്ടാവുന്നത്. അങ്ങനെ വളരുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണനും ഒരു രാക്ഷസനാവുന്നതിൽ സാധിക്കുന്നുള്ളതാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു രാക്ഷസന് ഇത്രയും വലിയ ഒരു പരിവർത്തനം, ഒരു രാക്ഷസനിൽ നിന്ന് സാക്ഷരൻ എന്ന് വേണമെങ്കിൽ പറയാം. സാക്ഷരൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ജ്ഞാനിയായ ഒരു അവസ്ഥ. കാരണം വാൽമീകി ജ്ഞാനത്തിൻ്റെ മൂർത്തിയായിട്ട് അറിയപ്പെടുന്നു. അപ്പം അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഏത് രാക്ഷസനെയും നമുക്ക് സാക്ഷരനാക്കാൻ പറ്റും. ഇപ്പോൾ പ്രഭാത് ഭായ് കണ്ടിട്ടുണ്ടോ രാക്ഷസന്മാരെ വരയ്ക്കുന്നെങ്കിൽ? രാക്ഷസനെ വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കാറ് വലിയ 2 വട്ടക്കണ്ണ്, ചുവന്ന കണ്ണുണ്ടാവും. പുരികം ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ആയിരിക്കും. കടിച്ച് കീറാൻ നിൽക്കുന്ന വലിയ പല്ലുകളുണ്ടാവും, കുത്താൻ നിൽക്കുന്ന കൊമ്പും കറുത്ത ഡ്രസ് കോഡും. ഇതല്ലേ രാക്ഷസൻ നമ്മൾ വരയ്ക്കുക? ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കിയേ, എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഈ രാക്ഷസൻ ഉറങ്ങുന്നുണ്ട്. നിങ്ങൾ ദേഷ്യം വരുമ്പോൾ കണ്ണരെടുത്തൊന്ന് മുഖം നോക്കിയാൽ മതി, നമ്മുടെ കണ്ണും ചുവന്ന് വട്ടക്കില്ലേ? പുരുകം ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ആവുന്നില്ലേ? അതായത് രാക്ഷസൻ ഉണർന്നു അവിടെ. പിന്നെ പല്ലുകൊണ്ട് കടിച്ച് കീറുന്നതാണെങ്കിൽ, അഥവാ പല്ലുകൊണ്ട് കടിച്ച് കീറിയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ മരുന്ന് വെച്ച് ഉണക്കാം. ആ സമയത്ത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വായിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ, അതൊരു ജന്മം മരുന്ന് വെച്ചാലും നിങ്ങൾക്ക് ഉണക്കാനാവില്ല. അത്ര കഠിനമായിട്ടുള്ള വാക്കുകൾ. അപ്പോൾ കടിച്ചു കീറൽ തന്നെയല്ലേ അത് വാസ്തവത്തിൽ? മാത്രമല്ല ആ സമയത്ത് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചിന്തയുണ്ടല്ലോ, എന്നോടിങ്ങനെ പറഞ്ഞതിന് ഞാൻ പ്രതികാരം ചെയ്യാതിരിക്കാൻ സാധിക്കാത്തൊരു ഫീലിംഗ്. ആ ഫീലിംഗ് നിങ്ങൾ കുത്താൻ നിൽക്കുകയാണ്. നിങ്ങളുടെ തോട്ട്സിൻ്റെ ചെക്കിങ് അനുസരിച്ച് ആ സമയത്ത് ഓരോ മനുഷ്യനും അവൻ്റെ സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ ഒരു ഊർജ്ജമണ്ഡലം ഉണ്ടാവുന്നുണ്ട്. ആ ഊർജ്ജമണ്ഡലം ആ സമയത്ത് ബ്ലാക്ക് ആയിട്ടുണ്ടാവും. കാരണം നെഗറ്റീവ് തോട്ട്സാണ്, പവർഫുൾ നെഗറ്റീവ് തോട്ട്സാണ്. അപ്പം നമ്മൾ രാക്ഷസനായില്ലേ? അതായത് ഒരാൾ രാക്ഷസനാവുന്നത് അവൻ്റെ ഉള്ളിലുള്ള ദുർവികാരങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് രാക്ഷസന്മാർ പാതാളത്തിൽ, മനുഷ്യന്മാർ ഭൂമിയിൽ, ദേവന്മാർ ആകാശത്തിൽ. ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്? അതിനർത്ഥം ആകാശത്തൊരു ലോകം കെട്ടി അവിടെ ദേവന്മാർ വസിക്കുന്നോ? ഈ ഭൂമിയുടെ അടിയിലൊരു പാതാളമൊന്നുമല്ല. നമുക്കറിയാം ഭൂമി ഉരുണ്ടിട്ടാണ്, പരന്നിട്ടൊന്നും അല്ലല്ലോ. അപ്പം അതിൻ്റെ അടിയിൽ പാതാളം മീൻസ് ഒരു മനുഷ്യൻ്റെ ചിന്താധാര ലോവസ്റ്റ് ലെവലിലാവുന്ന സമയത്ത്, ആരും മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ താഴുമ്പോൾ അവൻ രാക്ഷസനായി. മീഡിയം ലെവലിലാവുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് പറയും, നന്മ തെന്മ ഇടകലർന്നവൻ മനുഷ്യൻ. അതേസമയം തന്നെ അതിലും ഉയർന്നവനായിട്ട് മാറുന്ന സമയത്ത് എൻ്റെ നിൻ്റെ എൻ്റെ എന്ന് പറയാൻ കഴിവുള്ളവൻ ദേവൻ എന്നാ പറയുക. എൻ്റെയും നിൻ്റെയും എൻ്റെ എന്ന് പറയുന്നവനെ പറയാൻ നമ്മൾ അസുരൻ എന്നാ പറയുക. എൻ്റെയും നിൻ്റെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നു. അപ്പോൾ ചിന്താധാരകൾക്കനുസരിച്ചാണ് രാക്ഷസനും ദേവനും ഒക്കെ ഉണ്ടാവുന്നത്, സാക്ഷരനും ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാളുടെ അവഗുണം ശരിക്കും നോക്കിയാൽ, ഇപ്പോൾ ഈ ലൈറ്റ് ഈ ഹാൾ നമുക്ക് കത്തുന്നുണ്ട്. ഈ ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇരുട്ടിനെ ഒഴിവാക്കിയിട്ടല്ലല്ലോ ലൈറ്റ് ഇടുന്നത്, അല്ലേ? പ്രകാശം കൊണ്ടുവരുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ലൈറ്റ് കത്തുന്നു, ഇരുട്ട് പോകുന്നു. അതായത് ഇരുട്ടിനൊരു സ്രോതസ്സില്ല, പ്രകാശത്തിനൊരു സ്രോതസ്സുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അവഗുണങ്ങൾക്കൊരു സ്രോതസ്സില്ല. പക്ഷേ ഇവിടെ ഇടയിൽ ഒരു ചോദ്യം, അതായത് ഈ ഉള്ളിൽ രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ രണ്ടുണ്ടെന്നല്ല, ഇപ്പം ഉള്ളത് അതാണെന്നാണ് പറയുന്നത്. ഉള്ളത് അതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആ ദേവനും ഉള്ളിൽ തന്നെ ഉണ്ടാവണമല്ലോ, അല്ലേ? അതെ, ദേവനുള്ളിലുണ്ട്, ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ദേവനും അസുരനും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഉണർത്തണം. തന്നെ ഉണർന്നു വരുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാമായിരുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ആഗ്രഹമുള്ള ഒരാൾക്ക്, ഇപ്പോൾ സപ്തർഷികളാണ് രത്നാകരനെ വാൽമീകി ആക്കാനുള്ള പരിവർത്തനത്തിന് സഹായിച്ചത്. നമ്മളെ ഏത് ഋഷികളാണ് സഹായിക്കാനുള്ളത്? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും? ഇത് എത്രത്തോളം കഠിനമാണ്? അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം? വാൽമീകി മഹർഷി അന്ന് നിമിത്തമായി പഠിപ്പിച്ചെങ്കിലും
വാത്മീകി മഹർഷിയെ പഠിപ്പിക്കാൻ നിമിത്തമായിട്ട് സപ്തർഷികൾ പഠിപ്പിച്ചെങ്കിലും ഒരാളെയും ഡയറക്റ്റായിട്ട് ഒരു മനുഷ്യനും പഠിപ്പിക്കാൻ സാധ്യമല്ല. എല്ലാം നിമിത്തം മാത്രമാണ്. ഏത് ജീവാത്മാവിനെ പഠിപ്പിക്കണമെങ്കിലും അത് പരമാത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം പരമാത്മാവാകുന്ന ഭഗവാൻ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മുന്നിലും ഓരോരുത്തരായിട്ട് വന്ന് പഠിപ്പിക്കാൻ പറ്റുമോ ഈശ്വരന്? അത് സംഭവിയാണോ? അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഭഗവാന് മുകളിലിരുന്നു കൊണ്ട് ഓരോരുത്തരെ പ്രേരണയോടെ പഠിപ്പിക്കാൻ സാധിക്കുമോ? അതും പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് ഭഗവാനെ പഠിപ്പിക്കാൻ വേണ്ടി സാകാരമായിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ വേണം. പല പല മാധ്യമങ്ങളിലൂടെ ഓരോരോ കാലഘട്ടത്തിൽ ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ സ്വയം പരമാത്മ തൻ്റെ ജ്ഞാനമാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശ്വരൻ നമുക്ക് തിരിച്ചറിവ് തരികയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ട് പോകുന്നുവെന്ന്. അതുപോലെ തന്നെ അവഗുണം എന്ന് പറയുന്ന സാധനം ഇല്ല വാസ്തവത്തിൽ. നമ്മൾ പറഞ്ഞാൽ അസുരൻ മീൻസ് അവഗുണം, അതില്ല. അതിന് ഗുണത്തിൻ്റെ അഥവാ വെളിച്ചത്തിൻ്റെ അഭാവം ഇരുട്ടെന്ന് പറയും പോലെ ഗുണത്തിൻ്റെ അഭാവമാണ് അവഗുണം. ക്രോധം നമ്മൾ നേരത്തെ കണ്ടല്ലോ. ക്രോധത്തിൻ്റെ എവിടെ നിന്നാണ് ക്രോധം ഉണ്ടാവുന്നത്? നമ്മുടെ ഉള്ളിൽ ശാന്തി എന്നുള്ള അവഗുണത്തിൻ്റെ അഭാവം അഥവാ അതാണ് അവഗുണമായിട്ട് പുറത്തു വരുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ ശാന്തിയെ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് വേറെ എവിടെയും തിരയേണ്ടതില്ല. അത് നമ്മുടെ ആത്മാവിൻ്റെ അഥവാ അന്തരാത്മാവിൽ ഓരോരുത്തരുടെയും നോക്കിയാൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബോഡി ഉണ്ടാക്കിയത് പഞ്ചതത്വങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയാറുണ്ടല്ലോ. ശരീരം ദാഹം എന്ന് വെച്ചാൽ എന്താ പറയുക? നമ്മൾ ഈ ശരീരത്തിലെ ജലാംശം നഷ്ടമായി അതിൻ്റെ അടുത്ത് വെള്ളം ആവശ്യപ്പെടുന്നു, അത് നമ്മൾ ദാഹം എന്ന് പറയും. ജീവിതത്തിൽ നോക്കിയേ, എനിക്ക് ശാന്തി വേണം, സ്നേഹം വേണം, സന്തോഷം വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? മറ്റെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നുമില്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ട എന്ന് പോലും മനുഷ്യൻ പറയുന്നില്ലേ? എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുന്നു? മീൻസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ള ദാഹം എന്താണ്? ഈ ഗുണങ്ങൾ എനിക്ക് കിട്ടണം എന്നാണ്. അപ്പം ഞാനത് ദാഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇന്നർ പേഴ്സണാലിറ്റി അഥവാ ആത്മ എന്തുകൊണ്ടായിരിക്കണം ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ഗുണങ്ങൾ കൊണ്ടാണ്. അതിലേക്ക് നമ്മൾ ഉള്ളിലേക്കൊരു യാത്ര ചെയ്യാൻ തയ്യാറായാൽ അതിന് നമുക്കൊന്ന് സ്പർശിക്കാൻ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണാതെ അകക്കണ്ണുകൊണ്ട് കാണാൻ നമ്മൾ തയ്യാറായാൽ നമുക്കതിനെ ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള പോംവഴിയാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഈശ്വരൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ബ്രഹ്മകുമാരീസ് സാധാരണ പുരാണ ഇതിഹാസങ്ങളുടെ എല്ലാ അർത്ഥതലത്തെ പ്രായോഗികമാക്കാൻ അതിനെ ജീവിത പദ്ധതിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധാരണ വ്യക്തിക്ക് ഇപ്പോൾ രാമായണത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രനെ പോലെ മര്യാദാ പുരുഷോത്തമനായി മാറുക, അങ്ങനെ ഒരു ജീവിതം നയിക്കുക. പിന്നെ രാമായണത്തിൽ തന്നെ എത്രയോ സംഭവങ്ങൾ, തെറ്റുകൾ സംഭവിച്ച് അതിൽ നിന്ന് പഠിക്കാനുള്ള എത്രയോ ഉദാഹരണങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലുള്ള ഈ പാഠ്യപദ്ധതിയിൽ കൂടെ ഈ കാര്യങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നത്? ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഏതൊരു കാര്യത്തിനും അതിൻ്റെ ആന്തരാർത്ഥത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നമ്മളെ അകക്കണ്ണുകൊണ്ട് കാണാൻ പഠിപ്പിക്കുകയാണ് കാര്യങ്ങളെ. നമുക്ക് ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാനിപ്പോൾ പ്രഭാതവായന കാണുന്നുണ്ടാവും, അഥവാ മുന്നിലുള്ള ഈ കാഴ്ച കാണുന്നുണ്ടാവും. അതേസമയം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ കണ്ണുപയോഗിച്ചുകൊണ്ട് വേറൊരു കാഴ്ച കൂടെ കാണാമല്ലോ നമുക്ക്. ഈ കണ്ണുപയോഗിച്ചുകൊണ്ട് ഉൾക്കണ്ണുപയോഗിച്ചുകൊണ്ട് ആ ഉൾക്കണ്ണുപയോഗിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തെ കാണുമ്പോഴും ആ കാഴ്ച യഥാർത്ഥമായ കാഴ്ചയാവും. ഏതൊരു സ്ഥൂലമായ കാര്യത്തിനും ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സ്ഥൂലഭാവം. അതിൻ്റെ ആ സ്ഥൂലഭാവത്തിൻ്റെ പിന്നിലൊരു സൂക്ഷ്മ തലം ഉണ്ടായിരിക്കും. ആ തലത്തെ മനസ്സിലാക്കാൻ ഈ കണ്ണുകൊണ്ടുള്ള കാഴ്ച സാധ്യമല്ല, ഈ കണ്ണുകൊണ്ട് കാണണം. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഈ കണ്ണ് തുറന്നു കൊടുക്കുകയാണ്. അതിനെ തന്നെയാണ് ഈ ജ്ഞാനനേത്രം എന്ന് പറയുന്നത്. സ്വയം തിരിച്ചറിയാനുള്ള കണ്ണ് കൊടുക്കുന്നു. അപ്പോൾ അറിവ് തന്നെയാണ് ഇവിടെ കണ്ണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ രാമായണത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ സാധാരണ രാമായണ പാരായണം നടക്കുന്ന സമയമാണിത്. എല്ലാവരും ഒരു മാസക്കാലത്തോളം രാമായണം പാരായണം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു പാരായണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലാണ് നമ്മൾ രാമായണത്തിനെ സമീപിക്കേണ്ടത്? ആ അകക്കണ്ണുകൊണ്ടുള്ള ആ നോട്ടത്തിനെ ഒന്നുകൂടി ഒന്ന് വിശദമാക്കാം. രാമായണത്തിലുടനീളം നമ്മൾ നോക്കിയാൽ ആത്മപരമാത്മാവിൻ്റെ ജ്ഞാനം പകർന്നു തരാൻ വേണ്ടിയാണ് രാമായണത്തിൽ ഓരോ കഥയും ഓരോ സന്ദർഭവും നമ്മുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് ആ രാമായണ പാരായണം നമ്മൾ ചെയ്യുമ്പോൾ ആ രഹസ്യത്തെ കാണാൻ വിധം മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് പഠനം ആണ് ആവശ്യം. രാമായണ സ്വാധ്യായനം എന്നാണ് പറയുന്നത്. ആ അധ്യയനത്തിന് തയ്യാറായിക്കൊണ്ട് രാമായണം വായിക്കുക എന്നതാണ് ബ്രഹ്മകുമാരീസ് ഉദ്ദേശിക്കുന്നത്. ശിവബെഞ്ചി, ഇന്ന് നമ്മൾ വളരെയധികം
നമ്മൾ ഈ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ആഴമേറിയ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യണം. അതിൻ്റെ ഒരു ആദ്യത്തെ ചുവടാണ് ഇന്ന് നമ്മൾ വെച്ചത്. മനസ്സിൻ്റെ ഇരുട്ടിനെ മായ്ക്കുന്ന ആദികാവ്യം രാമായണത്തിൻ്റെ കൂടുതൽ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. ജ്ഞാനത്തിൻ്റെ മുത്തുകളും ജീവിതത്തെ പ്രകാശപൂർണമാക്കുന്ന പ്രായോഗിക തത്വങ്ങളും നമുക്ക് മനസ്സിലാക്കണം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം തീർച്ചയായും നിങ്ങൾ പങ്കുചേരണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളെ അറിയിക്കേണ്ട നമ്പർ 9446820448, ഇമെയിൽ shivjyotimedia@gmail.com, വെബ്സൈറ്റ് www.timevision.tv.